പത്തനംതിട്ട ജില്ലയിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ സജീവമായി തുടരുമ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർ വലിയ ആശങ്കയിലാണ്. ചിറയിറമ്പ് MTLP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിരവധി കുടുംബങ്ങളാണുള്ളത്. തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയിൽ വീടിന് 4 ചുറ്റും വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥിതിയാണുള്ളതെന്നും വെള്ളം ഒഴുകിപ്പോകാനുള്ള സാഹചര്യമില്ലാത്തതാണ് വെള്ളപ്പൊക്കത്തിന് കാരണമെന്നും പ്രദേശവാസികൾ പറയുന്നു. ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങളുടെ വീടിന് 4 ചുറ്റും വെള്ളം കെട്ടിക്കിടക്കുക. പെരയ്ക്ക് അകത്ത് മൊത്തം കയറി. ഇപ്പൊ അകത്തുനിന്ന് ഇറങ്ങി, ഇപ്പം വാതിലിൽ നിന്ന് ഇറങ്ങി. ഇപ്പൊ ഞങ്ങൾ തേച്ച് കഴിഞ്ഞ് വൃത്തിയാക്കിക്കൊണ്ട് ഇരിക്കുകയാണെങ്കിൽ എല്ലാ വർഷവും ഇതാണ് അവസ്ഥ. ഒരു 4-5 വീട്ടുകാർക്ക് വീട്ടിൽ കയറാൻ പറ്റാത്ത പോലെ വെള്ളക്കെട്ട 3 ആൾ പൊക്കത്തിലാണ് വെള്ളം. ഞങ്ങൾ പിന്നെ കുറെ കാട് വഴിയൊക്കെ കയറിയാണ് ഈ ക്യാമ്പിൽ വന്നത്. 2018 മുതലാണ് ചിറയിറമ്പ് ഭാഗത്ത് എല്ലാ വർഷവും പതിവായി വെള്ളം കയറുന്ന അവസ്ഥ ഉണ്ടായത്. പ്രളയകാലത്ത് നിരന്തരം ചെളിവെള്ളത്തിൽ ചവിട്ടി നടന്നതിനാൽ കാലിൽ ചർമ്മരോഗം ബാധിച്ച് ഇനിയും ഭേദമാകാത്ത നിരവധി പേർ ക്യാമ്പുകളിലുണ്ട്. അപ്പൊ അന്ന് മുതലേ ഇങ്ങനെ സുഖമില്ലാതായതാ. എല്ലാ തവണവും വെള്ളം കയറും. ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, ഇക്കരെ കരയ്ക്കാം. ഈ 2018 മുതലാ. ഇപ്പൊ ആ പെരയെല്ലാം ഇങ്ങനെ പൊളിഞ്ഞ് ഇളകി കിടക്കുക. ചിറയിറമ്പ് 13-ാം വാർഡിലെ പ്രദേശത്തെ ഇരപ്പൻ തോട്, മേച്ചിറ, ചെറിയ തോട് എന്നീ തോടുകളുടെ ഇരു കരകളിലുമുള്ള വീടുകളിലുള്ളവരാണ് പ്രധാനമായും ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളത്. തോടുകളുടെ നവീകരണവും ആറ്റിലെ മണ്ണും ചെളിയും നീക്കം ചെയ്യലും അത്യാവശ്യമാണെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായ ലതാചന്ദ്രൻ പറയുന്നു. പ്രളയത്തിന് ശേഷം തോടുകളുടെ നവീകരണം അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ പമ്പയാറ്റിലെ മണലൊക്കെ വാരാതെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പെട്ടെന്നാണ് വെള്ളം കയറി വരുന്നത്. അത് തന്നെയല്ല, ഒരു കണ്ടത്തിന്റെ ഒരു പ്രദേശം കൂടെ ആയതുകൊണ്ട് ഈ വെള്ളം താഴാനെ കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. പ്രധാന തോടുകളുടെയും ജലാശയങ്ങളുടെയും എല്ലാം കൈവരികൾ തകർന്ന നിലയിലാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്നും ചിലർ പരാതിപ്പെടുന്നുണ്ട്. ഈ ക്യാമ്പിൽ വന്ന് കിടന്നിട്ട് ചിലപ്പോൾ ഇച്ചിരി ചോറ് വല്ലതും കഴിക്കാൻ കിട്ടുമായിരിക്കും. നമ്മുടെ സാധനങ്ങളെല്ലാം നഷ്ടപ്പെടും. നമുക്ക് ഒരു വല്ലതും തരുമോ? അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ക്യാമ്പിലോട്ട് വരുന്നില്ല എന്ന് ഞങ്ങൾ ഓർത്തത്. ഞങ്ങളുടെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ടുള്ളത്. അത് നോക്കാൻ ഒരാളുമില്ല, ഒരു അധികാരികളുമില്ല. കടുത്ത ആശങ്കകൾക്കിടയിലും സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം സന്നദ്ധ സംഘടനകളും ദുരിതബാധിതർക്ക് സഹായവുമായി രംഗത്തുണ്ട്. വീടുകളിൽ നിന്നും വെള്ളമിറങ്ങുന്നതോടെ എത്രയും വേഗം ക്യാമ്പുകളിൽ നിന്ന് മടങ്ങാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഓരോരുത്തരും. ദൂരദർശൻ ന്യൂസ്, പത്തനംതിട്ട.